ചില ആളുകൾക്കൊക്കെ ഒരു വിമ്മിഷ്ടം. വെറുതെ പറയാനിട്ടോ, തൊഴിയൂര് വെറുതെ പറയാ. പൊന്നാര മക്കളെ, ദുബൈ എന്ന് പറഞ്ഞാല് ആഖിറത്തിലൊന്നല്ലല്ലോ. നിങ്ങൾ ആൾക്കാരവിടല്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്കി. ഒരാഴ്ചയായിട്ട് നിങ്ങളെ ദുബൈയിലെ ആസ്ഥാന മന്ദിരം സഡൻലി ഒരു ലീവ് കൊടുത്തല്ലോ. പെട്ടെന്നൊരു അവിചാരിതമായ ലീവ്. എന്താ അവിചാരിതമായൊരു ലീവ് കൊടുക്കൽ? പെട്ടെന്നൊരു അവധി പ്രഖ്യാപിച്ചു. എന്താ പ്രശ്നം? നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. എന്താ? ഉള്ളിൽ നടക്കുന്ന കളികളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. പൂട്ടിക്കൊള്ളണം. അപ്പൊ വരെ പുതിയൊരു ഉടായ്പുണ്ടല്ലോ, വിശദീകരണം ഞങ്ങൾ തരാം. അപ്പൊ പറഞ്ഞു വിശദീകരണം എന്നോളം പൂട്ടിയിട്ട് വിശദീകരിച്ചാൽ മതി, തുറന്നിട്ടിട്ട് വിശദീകരിക്കണ്ടാറ്. ഒരു നിലക്കും നടക്കൂല. ഇടപെടേണ്ട ആളുകൾ ഇടപെട്ടു നോക്കി. പിന്നെ ഇവിടെ മനുഷ്യർക്കൊപ്പം അങ്ങനെ നീങ്ങല്ലേ. ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ മുഖമൊക്കെ കണ്ടില്ലേ? ഒരു സുഖല്ലല്ലോ, ഒരു തെളിച്ചല്ലല്ലോ. കാരണം എന്താ? അവിടെ മൂപ്പര നേതൃത്വത്തിൽ പോയിട്ട് വേറൊരാളെ സ്ഥാപനം പൂട്ടിച്ചു പോന്ന ഊക്കിനിങ്ങനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് മർക്കസിന്റെ മുന്നിലാണ്. മർക്കസിനെ കുറിച്ചൊരു വ്യാജ പ്രചരണം ഇങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രഭാഷണവും ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പൊ മർക്കസ്, ഇപ്പോ സമയം 6:30, 5-ാം തീയതി ജനുവരി 5. ഇതാ മർക്കസിന്റെ ഓഫീസിലേക്കാണ് നമ്മൾ കയറുന്നത്. മർക്കസ് മദ്രസ വിടാൻ സമയമായി. ഉസ്താദുമാർ, ഓഫീസ് സ്റ്റാഫ് കൂടെ ഉണ്ട്. നിസാമുദ്ദീൻ നൂറാനി ഉസ്താദ്, ഉബൈദ് സഖാഫി ഉസ്താദ്. സ്വലാത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി കുട്ടികൾ ഉസ്താദുമാര് വരികയാണ്. ഇതാ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു മർക്കസില്. മാഷാ അല്ലാഹ്. ചില കേന്ദ്രങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മർക്കസ് പൂട്ടിയെന്നൊക്കെ. മർക്കസിലെ വിദ്യാർത്ഥികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.